how to design how to design finite state machine. എങ്ങനെ നമുക്ക് FSM ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ FSM ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് സീക്വൻസ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സീക്വൻസ് ഡിറ്റക്ടർ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനെ കാറ്റഗറൈസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ FSM എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് മോഡലാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻഷ്യൽ സർക്യൂട്ടിനെ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു അബ്സ്ട്രാക്റ്റീവ് മോഡലായിട്ടായിരിക്കും നമ്മൾ FSM ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ FSMൽ നമുക്ക് എല്ലാ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു സിങ്ക്രണസ് മാനറിലായിരിക്കും നമ്മൾ ഫോം ചെയ്യണത്. അതായത് കൗണ്ടേഴ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇതെല്ലാം നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ്. അപ്പം ഈ രജിസ്റ്റേഴ്സ് ഇതെല്ലാം സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോം ചെയ്യണത് ഒരു സിങ്ക്രണസ് മാനറിലായിരിക്കും. അതുപോലെ തന്നെ എല്ലാ FSMസിൻ്റെ കേസിലും നമുക്ക് ഇൻപുട്ടും ഉണ്ടാകും, ഔട്ട്പുട്ട് ഉണ്ടാകും. അതുപോലെ നമുക്ക് ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഉണ്ടാകും. ഈ സ്റ്റേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു സ്റ്റേറ്റ് ടേബിളും അതുപോലെ ട്രൂത്ത് ടേബിൾസും കാര്യങ്ങളെല്ലാം ഫോം ചെയ്ത് നമ്മളൊരു ലോജിക് സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ FSMൽ എപ്പോഴും നമ്മുടെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് നമ്മൾ പറയുന്നത്. അങ്ങനെ FSMനെ നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. മീലി മെഷീനും ഉണ്ട്, മോർ മെഷീനും ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ നോർമൽ രീതിയിൽ ഒരു FSMൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ പറയുന്നത് നമുക്കൊരു കോമ്പിനേഷണൽ സർക്യൂട്ടും അതുപോലെ തന്നെ ഒരു മെമ്മറി ഉണ്ടാകും. നമ്മുടെ മെമ്മറിയാണ് ഇവിടെ ഒരു സ്റ്റേറ്റ് രജിസ്റ്റർ ആയിട്ട് നമ്മളിവിടെ ആക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ്. നമുക്ക് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് കൊടുക്കുന്ന ഓരോ ഇൻപുട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പിനേഷൻ സർക്യൂട്ടിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് നമ്മുടെ കോമ്പിനേഷണൽ സർക്യൂട്ടിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ നോർമൽ രീതിയിൽ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. ആ സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ സെയിം വേ തന്നെയാണ് നമ്മൾ FSM ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നത്. FSMൻ്റെ രണ്ട് മോഡലാണ്, മീലി മെഷീനും മോർ മെഷീനും. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിനി നോക്കുന്നത്. മീലി മെഷീൻ എന്ന് പറയുന്നത് നമുക്കൊരു നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടും അതുപോലെ തന്നെ ഒരു മെമ്മറി കൂടി ഫോം ചെയ്തിട്ടാണ് നമ്മളൊരു സീക്വൻഷ്യൽ സർക്യൂട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം മാനറിൽ തന്നെയാണ് നമ്മൾ മീലി മെഷീൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ് രജിസ്റ്റർ ഉണ്ടാകും. ഈ സ്റ്റേറ്റ് രജിസ്റ്റർ ആയിരിക്കും നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഉണ്ടാകും. ആ കോമ്പിനേഷണൽ സർക്യൂട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഡീകോഡർ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ ഒരു ഔട്ട്പുട്ട് കോമ്പിനേഷണൽ സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് കോമ്പിനേഷണൽ ബ്ലോക്ക് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് ഓരോ മെമ്മറി എലമെൻറ്റിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ഫസ്റ്റ് ഇൻപുട്ട് നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് അത് പാസ് ചെയ്യുന്നത് ഇവിടത്തേക്കായിരിക്കും, മെമ്മറിയിലേക്കായിരിക്കും. ഇനി നമ്മൾ ഓരോ ഇൻപുട്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ക്ലോക്ക് പൾസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സർക്കിളിലേക്കായിരിക്കും നമുക്ക് അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് മെമ്മറി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോമ്പിനേഷണൽ ലോജിക്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി എലമെൻറ്റിൻ്റെ അതായത് ഔട്ട്പുട്ട് കോമ്പിനേഷണൽ സർക്യൂട്ടായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു കണക്ഷൻ നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. അതായത് എക്സ്റ്റേണൽ ഇൻപുട്ട് നമ്മളവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആ എക്സ്റ്റേണൽ ഇൻപുട്ട് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദി മെമ്മറി എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഔട്ട്പുട്ട് കോമ്പിനേഷണൽ സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ കിട്ടുന്ന ഈ ഔട്ട്പുട്ട് നമ്മൾ ഔട്ട്പുട്ട് പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തിരിക്കുന്ന മെമ്മറി എലമെൻറ്റ്സിൽ അതായത് ഔട്ട്പുട്ട് കോമ്പിനേഷണൽ സർക്യൂട്ടിൽ പാസ് ചെയ്തിരിക്കുന്ന മെമ്മറി എലമെൻറ്റ്സ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഒരു ഔട്ട്പുട്ട് റിസൾട്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രസൻറ്റ് സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്കിവിടെ മീലി മെഷീനിൽ ഓവറോൾ ഔട്ട്പുട്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പം മോർ മെഷീൻ്റെ എക്സാമ്പിളിൻ്റെ കേസിൽ പറയുന്നത് നമുക്കൊരു കോമ്പിനേഷണൽ സർക്യൂട്ടും ഉണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ കോമ്പിനേഷണൽ സർക്യൂട്ട്. നമ്മുടെ സ്റ്റോറേജ് രജിസ്റ്ററാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റോറേജ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം മോർ മെഷീൻ്റെ കേസിലെന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആകെ പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ തിരിച്ച്
ഒരു ഇൻപുട്ടിലേക്ക് ഒരു ഔട്ട്പുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് സർക്യൂട്ട് കോമ്പിനേഷണൽ സർക്യൂട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു പാസിംഗ് കണക്ഷൻ അവിടെ കാണിക്കുന്നില്ല. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻപുട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ലോജിക് ഗേറ്റ്സിലേക്ക് പാസ് ചെയ്തു. ആ ലോജിക് ഗേറ്റ്സിൽ നിന്ന് വരുന്ന ഔട്ട് റിസൾട്ട് ആയിരിക്കും നമ്മുടെ എന്തെന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആയിരിക്കും നമ്മുടെ മെമ്മറിയിൽ കണക്ട് ചെയ്ത് നമ്മൾ തിരിച്ച് ഒരു ഔട്ട്പുട്ട് ഫോം ചെയ്യുന്നത്. ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യണത് എന്താ, ഈ ലോജിക് ഗേറ്റ്സിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ എന്താ മൂർ മെഷീൻ്റെ എക്സാമ്പിൾ. ഇതിൻ്റെ ഓവറോൾ നമ്മൾക്ക് സർക്യൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എയും ബിയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓവറോൾ സർക്യൂട്ടിൻ്റെ ആ ഡിസൈനിങ് എന്തായിരിക്കും, ഓവറോൾ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ആൻഡ് ഗേറ്റ് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ സിമിലർ വേയിൽ തന്നെയാണ് നമ്മൾ മീലി മെഷീൻ്റെ ഡിസൈനിങ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മീലി മെഷീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻപുട്ട് ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് കൊടുത്തു. ആ കോമ്പിനേഷൻ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോറേജ് രജിസ്റ്റർ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് കോമ്പിനേഷണൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ ഔട്ട്പുട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻപുട്ടിലേക്ക് നമുക്കൊരു കണക്ഷൻ അവിടെ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓർ ഗേറ്റ് ആണ്. നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഓർ റിസൾട്ട്, അതായത് നമ്മുടെ ഓവറോൾ റിസൾട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ഓർ ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ എന്താ, പ്രീവിയസ്ലി നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന പ്രസൻറ്റ് സ്റ്റേറ്റും ഇൻപുട്ടും ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് ഇൻപുട്ടായിട്ടും ഈ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എൻ്റെ നോർമൽ ഇൻപുട്ടായിട്ട് എന്ത് ചെയ്യണത്, കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്, മീലി മെഷീനും മൂർ മെഷീൻ്റെ ഡിസൈൻ സ്ട്രാറ്റജി നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഇനി മൂർ മെഷീൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ മൂർ മെഷീൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ എയും ബിയും. ഇപ്പം മൂർ മെഷീനിൽ നമുക്ക് എയും ബിയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് FF1, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് FF2. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് D ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് ലോജിക് ഗേറ്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലോജിക് ഗേറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻപുട്ടിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻപുട്ടിനെ നമ്മൾ ലോജിക് ഗേറ്റ്സിൽ കണക്ട് ചെയ്തു. അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് അവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് X ആണ്. ഈ ഇൻപുട്ടിനെ ഞാൻ എന്ത് ചെയ്തു, ലോജിക് ഗേറ്റ്സിലേക്ക് ഞാൻ പാസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടിലേക്കായിരിക്കും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഇൻപുട്ടിനെ അവിടെ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബേസ്ഡ് ഓൺ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിലേ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദി മെമ്മറി എലമെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത്, ഈ ഔട്ട്പുട്ടിന് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കൊരു തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, ലോജിക് സർക്യൂട്ടിലേക്ക് നമുക്ക് തിരിച്ചവിടെ റീബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട്, ഒരു കോമ്പിനേഷണൽ ബ്ലോക്കിലേക്ക് കൊടുത്തു. ആ കോമ്പിനേഷണൽ ബ്ലോക്കിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിങ് മെമ്മറി എലമെൻറ്റിലേക്ക് പാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ കോമ്പിനേഷണൽ ബ്ലോക്കിലേക്ക് തിരിച്ചവിടത്തേക്ക് പോകുന്നില്ല. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, അവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഓഫ് ദി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താ, ഔട്ട്പുട്ട് ഓഫ് ദി സർക്യൂട്ടിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് സ്റ്റേറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, നമ്മളിപ്പം സപ്പോസ് നമ്മളിവിടെ ഔട്ട്പുട്ട് സ്റ്റേറ്റിൻ്റെ സമയത്ത് നമ്മളിവിടെ ആൻഡ് ഗേറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഔട്ട്പുട്ട് സ്റ്റേറ്റ് നമ്മൾ ആൻഡ് ഗേറ്റ് വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, ഓവറോൾ സർക്യൂട്ടിനെ ആയിരിക്കും അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ, പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് എന്തെന്ന് മൂർ മെഷീൻ്റെ എക്സാമ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം മീലി മെഷീനിൽ നമ്മൾ കണ്ടായിരുന്നു, നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് പ്രസൻറ്റ് സ്റ്റേറ്റും അതുപോലെ തന്നെ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക്
പെർഫോം ചെയ്യുന്നത്. ഇനി മൂർ മെഷീൻ്റെ കേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മീലി മെഷീൻ്റെ കേസിൽ നമ്മൾ ഡയഗ്രത്തിൽ കണ്ടായിരുന്നു, ഇൻപുട്ടിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് ഒരു കണക്ഷൻ അവിടെ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ആ എക്സ്റ്റേണൽ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം ഇവിടെ മൂർ മെഷീൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു കണക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. അതായത് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമുക്ക് തന്നിരിക്കുന്നത് പോലെ തന്നെ പ്രസൻറ്റ് സ്റ്റേറ്റിനെയും ഇൻപുട്ടിനെയും നമുക്ക് അവിടെ ഡിപ്പെൻഡ് ചെയ്ത് മൂർ മെഷീനിൽ നമ്മൾ കാണിക്കുന്നില്ല. ഇതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് മീലി മെഷീനും മൂർ മെഷീനും തമ്മിൽ.